തുങ്ങാമ്പാറ കയറില്ല, കൊറ്റമ്പള്ളി റോഡാണ്. ഇവിടെ ഈ ഇന്ത്യൻ 1 ATM ഉണ്ട്. ATMന്റെ അടുത്താണ്. അതാണ് ഞാൻ ഭക്ഷണം വെച്ച് കൊടുത്തിരിക്കുന്നത്. പുള്ളിക്കാരൻ ഈ കടയുടെ ഫ്രണ്ടിൽ ഞാൻ വെച്ച് കൊടുത്ത് തിന്നുകൊണ്ടിരിക്കുന്ന ഇരുട്ടത്ത് കാണാം. അല്ല കാലൊക്കെ ആരോ അടിച്ചൊടിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒന്ന് പെട്ടെന്ന് വന്നാലും ഒന്ന് രക്ഷിക്കും, അതിന് മരിക്കും മുന്നേ. ഹലോ ഗൈസ്, ഈ സമയത്ത് ഒരു വീഡിയോ ചെയ്യാനുള്ള പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ എനിക്ക് 2 ദിവസം മുന്നേ ഒരു മെസ്സേജ് വന്നു. അപ്പോൾ പുള്ളിയുടെ പേര് ഹാരിസ് എന്നാണ്, നമ്മുടെ കാട്ടക്കട തുങ്ങാമ്പാറ സ്വദേശിയാണ്. പുള്ളി ഇതുപോലെ 1.5 ആഴ്ചയോളം ആഹാരമൊക്കെ നോക്കി വാങ്ങിച്ചു കൊടുത്ത് ഇങ്ങനെ നോക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഓണറുടെ നിന്ന് ചിലപ്പം നഷ്ടപ്പെട്ട് പോയതായിരിക്കാം, ചിലപ്പോൾ കണ്ടുപിടിച്ച് പോകുമെന്ന പ്രതീക്ഷയിലാണ് ഇങ്ങനെ ഈ പുള്ളിക്കാരൻ ഇതുപോലെ ഫുഡൊക്കെ വാങ്ങിച്ചു കൊടുത്തുകൊണ്ടിരുന്നത്. പക്ഷേ ഒരാഴ്ച പിന്നിട്ടിട്ടും അങ്ങനെ ആരും വരുന്നുമില്ല. അപ്പോൾ ആ ഡോഗിൻ്റെ അവസ്ഥ തീരെ മോശമാണെന്ന് മനസ്സിലാക്കിയ പുള്ളി എനിക്ക് മെസ്സേജ് ഇട്ടു, ഇതുപോലെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന രീതിയിൽ. ഞാനങ്ങനെ സ്റ്റോറി ആയിട്ട് ഇടുകയുണ്ടായി. നമ്മുടെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോഡിലൂടെ നമ്മൾ പലപ്പോഴും പല ഡോഗ്സിനെ കാണാറുണ്ട്. ചില ഡോഗ്സ് നമ്മളെ ഉപദ്രവിക്കാൻ വരും, ചില ഡോഗ്സിനെ നമ്മളിൽ തന്നെ മനുഷ്യർ അങ്ങോട്ട് ഉപദ്രവിക്കാറുണ്ട്. അപ്പോൾ ഇത് വലിയ ഉപദ്രവകാരിയൊന്നും അല്ലാത്തൊരു ഡോഗായതുകൊണ്ട് തന്നെ വളരെ പേടിച്ചാണ്, ജനങ്ങളുടെ അടുത്തൊന്നും വരാതെ പേടിച്ചാണ് നടക്കുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു സ്റ്റോറി കണ്ടപ്പോൾ നമുക്ക് ആ ഫോട്ടോയൊക്കെ കണ്ടപ്പോൾ നമുക്കും ആ ഒരു രീതിയിലൊരു വിഷമം തോന്നി. ഓണറിനെ കിട്ടിയിരുന്നെങ്കിൽ നമുക്ക് ഏൽപ്പിക്കാമായിരുന്നു തോന്നി. അങ്ങനെയാണ് പുള്ളി അയച്ചു തന്ന ഫോട്ടോ വെച്ചിട്ട് സ്റ്റോറി ഇട്ടത്. അങ്ങനെ ഇന്ന് വൈകുന്നേരം നെയ്യാറ്റിൻകരയിൽ നിന്ന് ഒരു ടീം വിളിച്ചിട്ടുണ്ടായിരുന്നു. അവരുടെ വീട്ടിൽ നിന്ന് 15 ദിവസമായിട്ട് ഒരു ഡോഗ് മിസ്സിംഗ് ആണെന്നും അത് ഈ ഡോഗുമായിട്ട് സാമ്യമുണ്ടെന്നും അവർ പറഞ്ഞു. പിന്നെ നമ്മൾ നേരെ തുങ്ങാമ്പാറ അവരെ വിളിച്ചു വരുത്തി. അങ്ങനെ ഹാരിസിനെയും വിളിച്ചു വരുത്തി നമ്മൾ ആ ഡോഗിനെ തിരഞ്ഞെടുപ്പായിരുന്നു. വിളിച്ചോ, പേര് വിളിച്ചോ. പറ്റിയിരിക്കോ? സമാധാനം. എൻ്റെ വീട്ടിലൊക്കെ ഇത് വസതിയാണ്. കാലേ ഒന്ന് നോക്കണേ, ഹോസ്പിറ്റലിൽ കാണിച്ച്. അല്ലല്ലേ? ഓ എടാ, ഫുഡ് ഞാൻ വാങ്ങി ഞാൻ ഫുഡ് കൊടുക്കുമായിരുന്നു. ഞാൻ ഇവന്റെ ചേട്ടൻ അയച്ചു കൊടുത്തു, ട്രോൾ കാട്ടാട്. അപ്പൊ പുള്ളി സ്റ്റാറ്റസ് ഇട്ടപ്പോൾ അതുമാര് കണ്ടു. കുറേ ദിവസം കൊണ്ട് ഇവിടെ കിടന്ന് കറങ്ങുന്ന ഒരു ഡോഗാണ്. ഞാനങ്ങനെ ട്രോൾ കാട്ടാക്കടനെ കോൺടാക്ട് ചെയ്ത് ഞാൻ ഭക്ഷണം വെച്ച് കൊടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനത്തെ ഓണർ വന്നിട്ടുണ്ട്, പേജ് കണ്ട് വീഡിയോ കണ്ടിട്ട് ഓണർ വന്നിട്ടുണ്ട്. ഞാൻ അങ്ങനെ അവനെ ഏൽപ്പിക്കുകയാണ്. പട്ടിയെ നമുക്ക് തിരിച്ചു തന്നതിനും പിന്നെ ഇവിടുത്തെ നമ്മളാ ചേട്ടൻ പരിപാലിച്ച് ഇപ്പോൾ 2-3 ദിവസം കൊണ്ട് പരിപാലിക്കുന്നതെന്ന് പറയുന്നത് കേട്ടു. നന്ദിയുണ്ട്. അടുത്ത് വീണ്ടും ഇനിയിങ്ങനെ വരാതെ ഇരിക്കാൻ വേണ്ടി നോക്കും നമ്മൾ. ട്രോൾ കാട്ടാക്കട അവരെ സാന്നിധ്യത്തിലാണ് പട്ടിയെ കിട്ടിയത്. അവർ സ്റ്റോറിയൊക്കെ ഇട്ടു. അങ്ങനെ നല്ല രീതിയിൽ അവർ സഹായിച്ചു. അവിടെ നിങ്ങളൊരു ഫോട്ടോ നിങ്ങൾ ചേർന്ന് നാട്ടിലിങ്ങനെ ഏതെങ്കിലും ഡോഗിനെ, അതായത് ആരെങ്കിലും ഉപേക്ഷിച്ചിട്ടോ അല്ലെങ്കിൽ എവിടെന്നെങ്കിലും മാറി വരുവാണെങ്കിൽ, നമ്മുടെ ആരുടെയെങ്കിലും ശ്രദ്ധയിൽപ്പെടുവാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും അവരെ സുരക്ഷിതമായ ഒരിടത്തേക്ക് മാറ്റാൻ ചിലപ്പോൾ നമ്മൾ വിചാരിച്ചാൽ നടക്കുമായിരിക്കും. അപ്പോൾ അതുകൂടി മനസ്സിരിക്കട്ടെ. അപ്പോൾ ട്രോൾ കാട്ടക്കടയിലുള്ള എല്ലാ ഫോളോവേഴ്സിനും, കാട്ടാൽ ഗ്യാങ്ങിനും, അതുപോലെ ഈ ഡോഗിനെ സുരക്ഷിതമായിട്ട് ഏൽപ്പിക്കാൻ മുൻകൈയായിട്ട് നിന്ന നമ്മുടെ ഹാരിസിനും
എല്ലാവർക്കും ട്രോൾ കാട്ടായുടെ പേരിൽ നന്ദി അറിയിക്കുന്നു. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.